സോ പ്ലസ് 1 പ്ലസ് 2 മൊഡ്യൂൾസ് ആക്ച്വലി ഞങ്ങൾക്ക് കൊണ്ട് തന്നു. ഞങ്ങൾ വാങ്ങിയോന്ന് പറഞ്ഞു, ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾ വാങ്ങി. അപ്പോൾ അന്നേരം ഇതിനെ കുറിച്ച് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. സാർ പറഞ്ഞു എന്താ വെച്ചാൽ അതാണ് മൊഡ്യൂൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് സമ്മറീസ് ഉണ്ടാവും, ബ്രീഫ് ആയിട്ടുള്ള സമ്മറി ഉണ്ടാവും, PYQs ഉണ്ടാവും, എൻട്രൻസ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ നോക്കി. പിന്നെ സാർ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളടുത്ത്, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അതായത് പ്ലസ് 1, അതായത് ഇതിന് മുമ്പത്തുള്ള ബാച്ചേഴ്സ് ഒക്കെ അവരെന്ത് ചെയ്യും, അവർ നല്ലോണം പഠിക്കുന്നവരാണ് മനസ്സിലായി ഇവരുടെ മൊഡ്യൂൾ നോക്കിയാൽ മതി എന്ന് സാർ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇവരുടെ മൊഡ്യൂൾ ഭയങ്കര എന്താ പറയുക, ക്ലിയറായിട്ടുള്ള സ്ഥിതിയിലൊക്കെ ആയിരിക്കും, ഭയങ്കര വോഷ് കണ്ടീഷൻ ആയിരിക്കും. അതൊക്കെ അതായത് ഞങ്ങൾക്ക് ക്ലിയർ കുറെ പെണ്ണിന്റെ വരിയും കുത്തൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത്രയും അവരത് റെഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഞാൻ അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. ബട്ട് ഐ ജസ്റ്റ് ഗിവ് ഇറ്റ് മൈസെൽഫ് എ ട്രൈ. ഞാൻ നോക്കി. ഞാനിങ്ങനെ എനിക്ക് സ്കൂളത്തെ നോട്ട്സ് ഒക്കെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലോണം കത്താത്ത കുറെ ടോപ്പിക്സ് ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ മൈ ഹാൻഡ് വാസ് ഫോഴ്സ്ഡ്. അതുകൊണ്ട് തന്നെ എന്റെ ഹാൻഡ് ഒക്കെ ഒരുമാതിരി അലങ്കോലത്തിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ നോക്കാണ്ട് മനസ്സിലാവില്ല എനിക്ക് ആക്ച്വലി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വേഗം മൊഡ്യൂൾ എടുക്കുക ചെയ്യാം. നമ്മൾ അധികം മാക്സിമം എല്ലാവരും ഫോൺ എടുക്കും, യൂട്യൂബ് ക്ലാസ് എടുക്കും, അതാ ഇന്ന വീഡിയോ എടുത്തിട്ട് ഇന്ന വരെ സ്വീറ്റിലിട്ടിട്ട് കണ്ടുത്തിരിക്കും. അതൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ആക്ച്വലി വീഡിയോ കാണാറില്ല, ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണാറില്ല. ഞാൻ ആക്ച്വലി മൊഡ്യൂളാണ് ഫോക്കസ് ചെയ്യാറ്. ഐ ജസ്റ്റ് റിപ്ലേസ് മൈ മൊഡ്യൂൾസ് വിത്ത് ദിസ് വീഡിയോസിനുമായി ഞാൻ ഈ മൊഡ്യൂൾ ആയിട്ട് റിപ്ലേസ് ചെയ്യാം. അപ്പം അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പ്ലസ് 1 റിസൾട്ടിലും. അപ്പോൾ ഇത് തന്നെ പ്ലസ് 2 കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ കുറച്ച് പറയാനുള്ളത് വെച്ചാൽ ഓഫ്കോഴ്സ് സിമ്പിൾ ഹാൻഡ് റൈറ്റിംഗ് അല്ല, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അതിലുള്ളത്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്. കാരണം എനിക്ക് പല കാര്യങ്ങളും നോട്ടിലുള്ളതും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. നമുക്ക് എല്ലാവർക്കും എല്ലാ ഇംഗ്ലീഷ് വേർഡ്സ് നമുക്ക് കറക്റ്റ് അറിയണമെന്നില്ലല്ലോ. അപ്പം അതൊക്കെ എന്ത് ചെയ്യും, ഞാൻ മൊഡ്യൂൾ വെച്ചിട്ട് റെഫർ ചെയ്യാൻ. അതിൽ സിമ്പിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഏത് ആൾക്കും വായിച്ച് നോക്കി അപ്പം തന്നെ കത്താവുന്ന രീതിയിലേക്ക് ഉണ്ടാവുക. അത് ഒരു ബെസ്റ്റ് പോയിന്റ് ഓഫ് എന്താ പറയുക മൊഡ്യൂൾ തന്നെയാണ്. പിന്നെ അതിന് PYQ ഞാൻ പറയാണ്, നിങ്ങൾ ആ മൊഡ്യൂളിലുള്ള എല്ലാ PYQs ചെയ്യാൻ പറ്റാത്തത് കണ്ടുപിടിച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു വെക്കുക. അങ്ങനെയാണ് യു വിൽ ഗെറ്റ് അഫ്കോഴ്സ് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് അടിപൊളി PYQ ആണ് അതിലുള്ളത്. ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയിട്ട് വല്ല ലേബർ ഇന്ത്യ അങ്ങനത്തെ പല ഗൈഡ്സ് ഉണ്ട് PYQ ഉള്ള. പക്ഷെ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്റെ കയ്യിൽ ഒന്നും ഇല്ല ഇട്ടാല്. ആ ഒറ്റ ലേബർ ഇന്ത്യ ഞാൻ വായിച്ചുള്ളൂ. അത് നേരെ ഇവിടെ കൊണ്ടിട്ട് ഞാൻ നോക്കില്ല. കാരണം ഇത് PYQ, ഈ ഒറ്റ PYQ എനിക്ക് ഭയങ്കര ധാരാളമായിരുന്നു. അപ്പോൾ ഈ PYQ ഞാൻ കുറെ റെഫർ ചെയ്യും, കുറെ എഴുതി പഠിക്കും, കുറെ കുത്തിവരൊക്കെ ഉണ്ട് PYQ. ക്വസ്റ്റൻസ് ഒന്നും കാണില്ല. അത്രയ്ക്ക് ഞാൻ ആൻസേഴ്സ് അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അപ്പൊ അത്രയ്ക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എക്സാമിൽ വരുന്ന ക്വസ്റ്റൻസ് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി. ഞാൻ അത് ആരോട് പറയാറില്ല അങ്ങനെ. കാരണം എന്താ വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ ഓവറാക്കി പറയാനൊക്കെ തോന്നിക്കും. പക്ഷെ ഞാനത് സീക്രട്ട് ആക്കി വെച്ചു. ഇനി ഇപ്പൊ എനിക്ക് എക്സ്പോസ് ചെയ്യാം. കാരണം എന്റെ പ്ലസ് 2 കഴിഞ്ഞ് അത്രയ്ക്കും സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റൻ പേപ്പർ എനിക്ക് കാണണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത മൊഡ്യൂളത്തെ PYQ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് എത്രത്തോളം സിമ്പിൾ ആണെന്നുള്ളത് PYQ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ഇത് കുറച്ചുകൂടി ലെവലപ്പ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പൊ അത്രയും അടിപൊളിയാണ് ഈ PYQ. അത് എനിക്ക് നല്ലോണം മനസ്സിലായി. എനിക്ക് മൊഡ്യൂൾ വാങ്ങിയ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായത് ഈ ഒരു PYQ ആണ്. നല്ലതായിട്ട് PYQ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് ആൻസർ കീസ് ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആൻഡ് യെസ്, നെക്സ്റ്റ് ഡേ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റൻസ് വർ ഫ്രം ദിസ് PYQ. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് PYQ ഞാൻ നന്നായിട്ട് പഠിച്ചെടുക്കാറുണ്ട്, ചെയ്ത് നോക്കി പഠിച്ചെടുക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ എക്സാംസ് ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു പ്ലസ് 1 പ്ലസ് 2 ഒക്കെ. പിന്നെ ഓഫ് കോഴ്സ് എൻട്രൻസ് ഉണ്ട്. പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതും അടിപൊളി ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ എൻട്രൻസ് അന്നേരം ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. എനിക്ക് പ്ലസ് 1 പ്ലസ് 2 നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻട്രൻസിനെ കുറിച്ച് ഞാനൊന്നും തീരുമാനിച്ചില്ല. അതുകൊണ്ടൊന്നും അന്നേരം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇതൊന്നും നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മൊഡ്യൂൾസ് ആർ സ്റ്റിൽ യൂസ്ഫുൾ ഫോർ മീ. അത്രയും പറയാനുള്ളൂ. അപ്പോൾ മൊഡ്യൂൾ അടിപൊളി ഓപ്ഷനാണ്. നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആരായാലും ഈ വോയിസ് അയക്കുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഗെറ്റ് ദിസ് മൊഡ്യൂൾ. സോ ഡിയേഴ്സ്, ഇത് നമ്മുടെ എൻ്റെ ഓഫ്ലൈൻ ട്യൂഷനിൽ തന്നെ പഠിക്കുന്ന ജഫ്ന അജ്മൽ എന്ന് പറയുന്നൊരു കുട്ടിയാണ്. 1174 മാർക്ക് ഔട്ട് ഓഫ് 1200. കാര്യം ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു. കാര്യം ഈ ബുക്ക് വെറുതെ ഒരു ബുക്ക് വാങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കേരളത്തിൽ ഉടനീളം ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ ബുക്ക് ലഭിച്ച ഉടനെ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു വോയിസ് കൂടി കിട്ടും. ഓക്കെ, അതിലൂടെ ആ വോയിസിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് A+ സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്റ്റുഡൻസിന് ഈ ബുക്കിൻ്റെ കൂടെ കമ്പ്യൂട്ടർ സയൻസ് ഡോക്യുമെൻ്റ് ആയിട്ട് മെയിൽ ത്രൂ അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഏകദേശം 2020 തൊട്ട് 2020, 2021, 2022 പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ സിലബസ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്ത പുതിയ സിലബസ് പ്രകാരമുള്ള ബുക്കാണിത്. ഇതിൽ മാർച്ച് 2025 അതായത് ഇപ്പോൾ വോയിസ് ഇട്ട ജഫ്ന അജ്മൽ എഴുതിയ ചോദ്യപേപ്പർ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വോയിസിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു അലമാരൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ A+ കിട്ടുമെന്നൊക്കെ പറയും പോലെ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കും. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ, സിംപ്ലിഫൈഡ് നോട്ട്സ് ആണ്. അതായത് ഒരു ചാപ്റ്ററിൻ്റെ തിയറി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, അതും പോയിന്റ് വൈസ് ആയിട്ട്. ഇപ്പോൾ പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കെമിക്കൽ കൈനറ്റിക്സ് ഒരൊറ്റ പേജ് ഈ ചാപ്റ്ററിലുള്ളൂ. ആ ചാപ്റ്ററിന് ഒറ്റ പേജിലേക്ക് ഒതുക്കിയിരിക്കുകയാണ്. ആ ഒരൊറ്റ പേജ് തിയറി നോക്കിയാൽ നിങ്ങൾ കംപ്ലീറ്റ് ഒരു NCERTയുടെ ഒരു 70% നിങ്ങൾ വായിച്ചതിന് തുല്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ ചാപ്റ്ററിൻ്റെ PYQ, അത് കഴിഞ്ഞ് ചാപ്റ്ററിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ്, ഇത് പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ. ഇത് തന്നെ എല്ലാ സബ്ജക്റ്റിലും, ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ബയോളജിയിലും.
അപ്പോൾ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് പറയും. ആ വാങ്ങുന്ന കുട്ടിയോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചതാ, താഴെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ മോഡ്യൂളിൻ്റെ പുതിയൊരു നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്കും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ മെറ്റീരിയലിൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടോ സാർ? ഇല്ല. ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ പിന്ന് ചെയ്യാം. ലാസ്റ്റ് ഒരു 471 വരുന്നൊരു നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് പിന്നെ മെസ്സേജ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഓർഡർ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ താഴെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ബുക്ക് വാങ്ങുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വർത്തമാനങ്ങളൊന്നുമില്ല. കേരളത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. MS സൊല്യൂഷൻസിനെ MS സൊല്യൂഷൻ ആക്കി മാറ്റിയ പുസ്തകമാണ് +1 +2 ഷുവർ A+ ബുക്ക് കേട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.